السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد سيد المرسلين وخاتم النبيين، وعلى آله وأصحابه ومن تبعهم بإحسان ودعا بدعوتهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. قل إنما يوحى إلي أنما إلهكم إله واحد فهل أنتم مسلمون. وقال النبي صلى الله عليه وآله وأصحابه وبارك وسلم: إنما أنا رحمة مهداة، أو كما قال رسول الله صلى الله عليه وسلم: محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. يا رب صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. يا رب صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം, സയ്യിദുൽ കൗനൈൻ, ഖാതിമുൻ നബിയ്യീൻ, ഷഫീഉൽ മുദ്നിബീൻ, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിൽ അള്ളാഹു ധാരാളം നബിമാരുടെ അനുഗ്രഹീത സ്മരണ നടത്തിയിരിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാം, ഈ നബിമാരുടെ എല്ലാം വിശിഷ്ട ഗുണങ്ങളും അള്ളാഹു വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദിന്റെ ജ്വലിക്കുന്ന മാതൃകയായിരുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാം ധർമ്മച്യുതിക്കെതിരെയുള്ള പോരാട്ട നായകനായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം പതറാത്ത പാദത്തിന്റെയും ചിതറാത്ത ചിത്തത്തിന്റെയും മഹത്തായ ഉദാഹരണമാണ്. ദാവൂദ് സുലൈമാൻ അലൈഹിമസ്സലാം ഭൗതിക ഭരണത്തോടൊപ്പം ആത്മീയ ഔന്നിത്യം പ്രാപിക്കുകയും മാനവരാശിയുടെ സന്മാർഗത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്തവരായിരുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ സഹനത എല്ലാ കാലഘട്ടത്തിലുമുള്ള ജനങ്ങൾക്ക് വലിയൊരു വഴിവിളക്കാണ്. പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും അകപ്പെടുന്ന സന്ദർഭത്തിലുള്ള രക്ഷാമാർഗം പടച്ചവനെ വിളിച്ച് പടച്ചവനിലേക്ക് മടങ്ങലാണ് എന്ന് യൂനുസ് നബി അലൈഹിസ്സലാം പഠിപ്പിക്കുന്നു. സക്കരിയ നബി അലൈഹിസ്സലാമിനെയും കുടുംബത്തെയും കുറിച്ച് അള്ളാഹു പറയുന്നു: ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ മുന്നേറുന്നവരായിരുന്നു. ചുരുക്കത്തിൽ ഇങ്ങനെ ധാരാളം മഹത്തുക്കളെ പറ്റി അള്ളാഹു പരാമർശിച്ചതിന് ശേഷം ഈ സൂറത്തിന്റെ അവസാന ഭാഗത്ത് പടച്ചവൻ ഒരു അത്ഭുതകരമായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. വലഖദ് കതബ്നാ ഫിസ് സബൂരി മിൻ ബഅദി الذിക്രി അന്നൽ അർദ യരിസുഹാ ഇബാദിയസ് സ്വാലിഹൂൻ. എല്ലാ വേദങ്ങളിലും പ്രത്യേകിച്ചും സബൂറിൽ നാം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ, സ്വർഗലോകത്തിന്റെയും സമുന്നത അവകാശികൾ എന്റെ സദ്വൃത്തരായ ദാസന്മാരായിരിക്കും. ഇന്ന ഫീ ഹാദാ ലബലഗൻ ലിഖൗമിൻ ആബിദീൻ. തീർച്ചയായും ഇതിൽ പടച്ചവന്റെ ആരാധനയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ജനതയ്ക്ക് അതിമഹത്തായ സന്ദേശമുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ
العالمين. അല്ലയോ നബിയെ, മുഴുവൻ ലോകത്തുള്ളവർക്കും മുഴുവൻ ലോകങ്ങളിലുമുള്ളവർക്ക് മുഴുവനും കരുണയായി മാത്രമാണ് നാം താങ്കളെ നിയോഗിച്ചിരിക്കുന്നത്. ഓരോ നബിമാരും വിവിധ ഗുണങ്ങളുള്ളവരാണെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഗുണങ്ങളും സമ്പൂർണമായി സമ്മേളിച്ചവരാണെന്ന് സൂറത്തുൽ അൻആം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ആയത്ത് പഠിപ്പിക്കുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവിധ ഗുണങ്ങൾ സമ്പൂർണമായി ഉണ്ടായിരുന്നെങ്കിലും അള്ളാഹുവെ, അതിൽ ഒരു പ്രധാനപ്പെട്ട ഗുണം ഞങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് ദാസന്മാര് പറഞ്ഞാൽ പടച്ചവൻ പറയുന്നു, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. എന്റെ ഹബീബിന്റെ സമുന്നതമായ ഗുണം റഹ്മത്ത്, കാരുണ്യമായിരുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം എന്താണ്? സാധുക്കൾക്ക് ആഹാരം കൊടുക്കുക, അനാഥരെ സംരക്ഷിക്കുക, ജനങ്ങൾക്ക് ഉപകാരമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തിൽ പെട്ടത് തന്നെയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തെ ഈ കാര്യങ്ങളിൽ മാത്രം ചുരുക്കുക, ഇത് ആ കാരുണ്യത്തിന്റെ വിശാലമായ അർത്ഥത്തെ കുറിച്ചുള്ള ശരിയായ അറിവും ബോധവുമില്ലായ്മയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം ഇഹലോകത്ത് നിന്നും ആരംഭിച്ച് പരലോകത്തിനും പുഷ്പിച്ചു നിൽക്കുന്ന ഒരു മഹത്തായ വടവൃക്ഷമാണ്. മുസ്ലിമീങ്ങൾ മാത്രമല്ല, അമുസ്ലിമീങ്ങൾ പോലും അനുഭവിക്കുന്ന ഒരു കാരുണ്യമാണ്. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും പ്രകൃതിയുടെ മുഴുവൻ വസ്തുക്കളും അനുഭവിക്കുന്ന മഹത്തായ ഒരു ഉപഹാരമാണ് മുഹമ്മദി കാരുണ്യം. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അങ്ങനെയുള്ള ആ കാരുണ്യത്തിന്റെ പ്രധാന ഭാഗങ്ങൾ എന്തെല്ലാമാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമവും പ്രധാനവുമായ കാരുണ്യം അത്തൗഹീദ്, ഏകദൈവ വിശ്വാസമാണ്. ഈ പരിശുദ്ധമായ ആയത്തിന് തൊട്ട് ശേഷമുള്ള ആയത്തൊന്ന് ശ്രദ്ധിക്കും. സൂറത്തുൽ അംബിയാ, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ ഖുൽ ഇന്നമാ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹുൻ വാഹിദ് ഫഹൽ അൻതും മുസ്ലിമൂൻ. അല്ലയോ നബിയെ, മുഴുവൻ ലോകത്തിനും കാരുണ്യമായ അങ്ങ് മുഴുവൻ ലോകത്തോടും ഒരു കാര്യം പറയുക. എന്നിലേക്ക് ബോധനം ചെയ്യപ്പെട്ട പ്രഥമവും പ്രധാനവുമായ കാര്യം നിങ്ങളെല്ലാവരുടെയും ആരാധനയ്ക്ക് അർഹൻ ഏകനായ പടച്ചവൻ മാത്രമാണ് എന്നതാണ്. ഫഹൽ അൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, ആ പടച്ചവനെ അറിഞ്ഞ് ആരാധിക്കാനും പടച്ചവന് മുമ്പാകെ സർവവും സമർപ്പിക്കാനും നിങ്ങൾക്ക് സന്നദ്ധരായി കൂടെ? സ്നേഹനിർഭരമായ ആ സന്ദേശം പടച്ചവൻ ഈ ആയത്തിന് തൊട്ട് ശേഷം സമർപ്പിക്കുന്നു. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമവും പ്രധാനവുമായ സന്ദേശം, കാരുണ്യം, അത് തൗഹീദാണ്. ലോകം മുഴുവനും ബഹുദൈവാരാധന നിറഞ്ഞു നിന്നിരുന്നൊരു സാഹചര്യത്തിലാണ് മുഹമ്മദി അരുണോദയം ഹിറാ ഗുഹയിൽ സംഭവിക്കുന്നത്. അത് ലോകത്തിന് നൽകിയ ആദ്യത്തെ സന്ദേശം ഇതാണ്: ആരാധനയ്ക്കർഹൻ പടച്ചവൻ മാത്രം. അതും പരിപൂർണമായ തൗഹീദിനെ പഠിപ്പിച്ചു. ഖുൽ ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ വഉമിർതു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ. പടച്ചവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, പരിപൂർണമായ നിലയിൽ പടച്ചവനെ മാത്രം ആരാധിക്കണമെന്ന്. തൗഹീദിന് രണ്ട് ആശയങ്ങളുണ്ട്. ഒന്ന്, പടച്ചവനോട് ഒരു വ്യക്തിയെയും വസ്തുവിനെയും പങ്കുചേർക്കാതിരിക്കുക. രണ്ട്, മുഴുവൻ നന്മകളും പടച്ചവന് വേണ്ടി മാത്രം ചെയ്യുക. നന്മകളെല്ലാം പടച്ചവന്റെ ഏകത്വത്തിൽ അധിഷ്ഠിതമായ നിലയിൽ നിർവഹിക്കുക. ആ നന്മകൾ പടച്ചവന്റെ പൊരുത്തത്തെ കരുതി മാത്രം ചെയ്യുക. ആദ്യത്തെ തൗഹീദിന് വിരുദ്ധമാണ് ശിർക്ക്. രണ്ടാമത്തെ തൗഹീദിന് വിരുദ്ധമാണ് റിയാ, ബഹുദൈവാരാധനയും മറ്റുള്ളവരെ കാണിക്കാനുള്ള ചിന്തകളും. വെള്ളിയാഴ്ച ദിവസം പാരായണം സുന്നത്തായ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത് എത്രയോ മനോഹരമാണ്. ഖുൽ ഇന്ന
إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. നാളെ പടച്ചവനെ സന്തോഷത്തോടെ കണ്ടുമുട്ടണം, പടച്ചവന്റെ കാരുണ്യത്തിന് അർഹനായി തീരണം. ഒരു വാക്കിൽ പറഞ്ഞാൽ നാളത്തെ പടച്ചവന്റെ കാരുണ്യത്തിന്റെ പ്രധാന പ്രകടനമായ മുഹമ്മദി ഷഫാഅത്ത് ലഭിക്കണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവൻ അധികമായി നന്മകൾ ചെയ്തു കൊള്ളട്ടെ. പടച്ചവനുള്ള ആരാധനയിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെയും ഇരുന്നു കൊള്ളട്ടെ. അല്ലാഹുവല്ലാത്തൊരു വ്യക്തിയെയും ശക്തിയെയും ആരാധിക്കരുത്. പടച്ചവനല്ലാത്ത ആർക്ക് വേണ്ടിയും ഒരു നന്മയും ചെയ്യരുത്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനം എത്രയോ പ്രതീക്ഷാ നിർഭരവും അതുപോലെ ശക്തമായ മുന്നറിയിപ്പും കൂടിയാണ്. ശഫാഅത്തി ലിഅഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈആ. എന്റെ ഷഫാഅത്ത് എന്റെ സമുദായത്തിലെ വൻപാപികൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. ഏത് വൻപാപിയാണ്? പടച്ചവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത വൻപാപികൾ. ആകയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, തൗഹീദിൽ ഉറച്ചു നിൽക്കുക. പ്രത്യേകിച്ചും ഇന്ത്യൻ മുസ്ലിംകൾ തൗഹീദിന്റെ വിഷയത്തിൽ വലിയ പരീക്ഷണം നേരിടുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് അധികാരത്തിന്റെ അപ്പക്കഷണം ലഭിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈയൊഴിഞ്ഞാൽ. ഇവിടെ നിങ്ങൾക്ക് എംപിയും MLAയും അതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ കക്ഷിയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ അതിന്റെ ഉപാധ്യക്ഷനും എല്ലാം ആകാൻ സാധിക്കും. നിങ്ങൾ പടച്ചവനല്ലാത്തവരുടെ മുന്നിൽ കുമ്പിട്ടാൽ, പടച്ചവനല്ലാത്ത വ്യക്തികളെയും ശക്തികളെയും ആരാധിക്കാൻ സന്നദ്ധരായാൽ, ഇവിടെയാണ് ഈ സന്ദേശത്തിന് പ്രസക്തി വരുന്നത്. ലാ തുശ്രിക് ബില്ലാഹി ശൈആ വഇൻ ഹുജ്ജിഖ്ത ഖുതിൽത. അല്ലയോ സഹോദര അബൂദർറെ, നീ പടച്ചവനോട് യാതൊരു വസ്തുവിനെയും പങ്കു ചേർക്കരുത്. നീ കൊല്ലപ്പെട്ടാലും ശരി, നീ കരിക്കപ്പെട്ടാലും ശരി. അതേ സഹോദരങ്ങളെ, ഈ സന്ദേശം ശരിയായി സമുദായത്തിൽ നൽകപ്പെട്ടപ്പോൾ കണ്ണൂറുകാരനെ ഗുജറാത്തിലെ പാവത്തുങ്ങളായ കുഞ്ഞുങ്ങൾ പാഠം പഠിപ്പിക്കുകയാണ്. ഗുജറാത്തിൽ സാധന സാമഗ്രികൾ അത് വിതരണം ചെയ്യപ്പെട്ടു. എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ശ്രീരാമചന്ദ്രന്റെ ജയ്യും കൂടി വിളിക്കിൻ, അദ്ദേഹത്തിനെ കൂടി ആരാധിക്കിൻ. അവർ മേടിച്ച സാധനം തിരിച്ച് മുഖത്തേക്കെറിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിത് ആവശ്യമില്ല, ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് വലുത്, ഞങ്ങൾക്ക് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് വലുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹമ്മദി കാരുണ്യത്തിന്റെ ഒന്നാമത്തെ ഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. പടച്ചവനെ മാത്രം ആരാധിക്കണം, പടച്ചവന് വേണ്ടി മാത്രം ആരാധിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തിന്റെ രണ്ടാമത്തെ നിദർശനം മാനവ സമത്വമാണ്. പടച്ചവൻ ഒന്നാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ തൊട്ടടുത്ത് തന്നെ പഠിപ്പിച്ചു, മനുഷ്യനും ഒന്നാണ്, എല്ലാവരുടെയും പിതാവ് ഒന്നാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ വബഥ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ പരിപാലകനെ, നിങ്ങളെ പടച്ച് ഇവിടം വരെയും എത്തിച്ച് നിങ്ങളുടെ നാളുകളെ നിയന്ത്രിക്കുന്ന പടച്ചവനെ നിങ്ങൾ സ്നേഹിച്ച് ഭയന്ന് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക. ആ പടച്ചവൻ ആരാണെന്നറിയാമോ? നിങ്ങളെല്ലാവരെയും ഒരു വ്യക്തിയിൽ നിന്നുമാണ് പടച്ചത്, ആദം അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അദ്ദേഹത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഇണയെയും പടയ്ക്കുകയുണ്ടായി. എന്നിട്ട് പടച്ചവൻ ലോകം മുഴുവനും പുരുഷന്മാരെയും സ്ത്രീകളെയും നിറച്ചു. ജാതീയത ഇസ്ലാം അടിസ്ഥാനപരമായി തള്ളിക്കളയുന്നു. പിന്നെ ലോകത്ത് പല കുടുംബങ്ങളെല്ലാം ഉണ്ടായല്ലോ. ഖുർആൻ പറയുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന്.
വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങളെ പല ഗോത്രങ്ങളും ഉപഗോത്രങ്ങളുമാക്കിയത്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ പടച്ചവന്റെ അരികിൽ ഏറ്റവും കൂടുതൽ ഭയഭക്തിയുള്ള വ്യക്തിയാണ്. ഹജ്ജത്തുൽ വദാഇന്റെ സുവർണ നിമിഷങ്ങളിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും സലാത്ത് ചൊല്ലിൻ സഹോദരങ്ങളെ. പടച്ചവൻ ഇത് വെറുമൊരു പ്രസംഗവും പ്രകടനവും ആകുന്നതിനെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനിന്റെ അണുരണങ്ങൾ ഉണ്ടാക്കുന്ന വിശ്വാസത്തിന്റെ സങ്കീർത്തനമായ പടച്ചവനെ സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ഹജ്ജത്തുൽ വദാഇൽ വെച്ച് മുഴുവൻ ജനങ്ങളെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ പടച്ചവൻ ഒരുവനാണ്, നിങ്ങളുടെ പിതാവ് ഒരുവനാണ്. അറബിക്ക് അനറബിയേക്കാളും വെളുത്തവന് കറുത്തവനേക്കാളും ചുവന്നവന് വെളുത്തവനേക്കാളും യാതൊരു മഹത്വവുമില്ല. ഇല്ലാ ബിത്തഖ്വാ, ഭയഭക്തി കൊണ്ടല്ലാതെ. നിങ്ങളെല്ലാവരും ആദമിന്റെ മക്കളാണ്. ആദമാകട്ടെ മണ്ണിൽ നിന്നും പടക്കപ്പെട്ട വ്യക്തിത്വമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദി കാരുണ്യത്തിന്റെ പേരിൽ ലോകത്ത് ഇന്ന് ജാതീയതയെ എല്ലാവരും വെറുക്കുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ട പ്രവാചകരിൽ വിശ്വസിക്കുന്നവരെ മനസ്സിലാക്കണം. നമ്മളുടെ പ്രബോധനത്തിന്റെ ദൗർബല്യമാണോ എന്നുകൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അകത്തളങ്ങളിൽ ഇന്നും ജാതീയത നിറഞ്ഞു നിൽക്കുകയാണ്. മാനവ മഹത്വങ്ങളെല്ലാം പ്രസംഗിക്കുന്ന ആളുകളുടെ ഉള്ളിൽ പോലും ജാതീയത അത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും വലിയ തെളിവാണ്, വലിയവർക്ക് എന്തെങ്കിലും പറ്റിയാൽ മാധ്യമങ്ങളെല്ലാം ഇളകിച്ചാടുന്നു. പാവപ്പെട്ട സാധുക്കൾ അവർ കൊല്ലപ്പെട്ടാൽ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല. ഇവിടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി ചൊരിഞ്ഞു തന്ന കാരുണ്യം. മാനവരെല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒന്നാണ്. കുറച്ചുപേര് സാമ്പത്തികമായി കൂടി, കുറച്ചുപേര് കുറഞ്ഞു, കുറെ ആളുകൾ അധികാരികൾ, കുറെ ആളുകൾ ഭരണീയർ. അത് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുന്നു. സൂറത്തു സുഖ്റുഫ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് സമ്മാനിച്ച മൂന്നാമത്തെ പ്രധാന ഉപഹാരം കാരുണ്യം, മാനവ മഹത്വമാണ്. തക്രീമുൽ ഇൻസാൻ, മനുഷ്യ മഹത്വമാണ്. വലഖദ് കറംനാ ബനീ ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. തീർച്ചയായും ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. എന്തൊരു പ്രയോഗമാണ്! ആദമിന്റെ മകനാണോ, ആദി പിതാവിന്റെ മക്കളാണോ നിങ്ങൾ ആദരണീയനാണ്. വലഖദ് കറംനാ ബനീ ആദം, നിങ്ങളെ നാം ആദരിച്ചിരിക്കുന്നു, പടച്ചവൻ ആദരിച്ചിരിക്കുന്നു. ഈ സമയത്ത് മനുഷ്യൻ എത്രമാത്രം മനുഷ്യനെ ആദരിക്കണം. ആധുനിക ലോകത്ത് വളരെയധികം കുറഞ്ഞു പോയൊരു ഗുണമാണ് ഇത്. ശക്തമായ പ്രബോധനം നാം നടത്തേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ ആദരണീയനാണ്. മനുഷ്യന്റെ സമ്പത്ത് ആദരണീയം, മനുഷ്യന്റെ ജീവൻ ആദരണീയം, മനുഷ്യന്റെ വ്യക്തിത്വവും ആദരണീയം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ തന്നെ അറിയിച്ച ഉജ്ജ്വലമായ ഒരു പ്രഖ്യാപനമുണ്ട്. പരിശുദ്ധമായ ഹജ്ജിന്റെ പുണ്യമായ ദിനങ്ങളിൽ, പുണ്യമായ മാസങ്ങളിൽ, പുണ്യമായ സ്ഥലങ്ങളിൽ ജാഹിലിയ്യത്തിന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ പോലും മനുഷ്യരുടെ ജീവനും അഭിമാനത്തിനും സമ്പത്തിനും ആദരവ് കൽപ്പിച്ചിരുന്നു ജാഹിലിയ്യ കാലഘട്ടത്തിൽ. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന എന്നിലൂടെ നിങ്ങൾക്ക് വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചം ലഭിച്ചിരിക്കുന്നു. അതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ, ലോകാവസാനം വരെ എല്ലാ നാടുകളിലും, എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ സമയങ്ങളിലും മുഴുവൻ മനുഷ്യരുടെയും ജീവനും അഭിമാനവും സമ്പത്തും ആദരണീയമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിലെ ഒരു പ്രഭാഷണം ഈ ഒരൊറ്റ വാക്ക് മാത്രമാണ്.
വേറെ ഒന്നുമില്ല. ഈ ഒരൊറ്റ വാക്ക്, അലാ ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാദക്കും ബൈനക്കും ഹറാമുൻ കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. സഹോദരങ്ങളെ, മാനവരാശിക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും സന്ദേശം നൽകുന്നു: മനുഷ്യനെ ആദരിക്കിൻ, മുഴുവൻ മനുഷ്യന്റെയും അസ്തിത്വത്തെ ആദരിക്കിൻ, അവന്റെ ജീവനെ ആദരിക്കിൻ, സമ്പത്തിനെ ആദരിക്കിൻ, അഭിമാനത്തെ ആദരിക്കിൻ. പിന്നീട് എടുത്തു പറയുന്നു: സ്ത്രീജനങ്ങളെ ആദരിക്കിൻ, അനാഥരെ ആദരിക്കിൻ, അടിമകളെ ആദരിക്കിൻ. യാ റഹ്മാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വജീവനത്തിലൂടെ കാണിച്ചു തരുന്നു, ഇവരെ എല്ലാം ആദരിക്കണം. അയൽവാസികളെ ആദരിക്കിൻ. ജാതിമത വ്യത്യാസമില്ല. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ദൈഫഹു ഖാല റസൂലുള്ളാഹി മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ജാറഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽവാസിയെ ആദരിക്കിൻ, അയൽവാസിയെ ബഹുമാനിക്കിൻ, അതിഥിയെ ബഹുമാനിക്കിൻ. അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാൻ ഭാഗ്യം തരുമാറാകട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരകവിഞ്ഞൊഴുകുന്ന, ലോകം മുഴുവനും മന്ദമാരുതനെ കൊണ്ട് നിറച്ച കാരുണ്യത്തിന്റെ 4ാമത്തെ ദർപ്പണം നിറഞ്ഞ പ്രതീക്ഷയാണ്, നിരാശയില്ല. പാപം കഠിനമാണ്, രൂക്ഷമായിട്ട് അതിനെ എതിർക്കും. പക്ഷേ പാപിയോട് കാരുണ്യമാണ്. അവരെ പശ്ചാത്താപത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു, നന്നാകാൻ പ്രേരിപ്പിക്കുന്നു. കുറെ ആളുകൾ പ്രചരിപ്പിച്ച് നമ്മൾ എത്ര നന്നായിട്ടും കാര്യമില്ല, നമ്മൾ താഴ്ന്നവർ തന്നെയാണ്, തകർന്നവർ തന്നെയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരാശിയുടെ കയ്യിൽ പിടിച്ചു അവരെ, എന്നിട്ട് ഉന്നതങ്ങളിലേക്ക് നീക്കുകയുണ്ടായി. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. സൂറത്ത് സുമറിലെ ആശയഗംഭീരമായ ആയത്തുകൾ. സ്വന്തം അല്ലയോ നബിയെ, താങ്കൾ എന്റെ മുഴുവൻ അടിമകൾക്കും എന്റെ ഭാഗത്ത് നിന്നും ഈ കുറിമാനം എത്തിച്ചു കൊടുക്കുക. പടച്ചവന്റെ ഭാഗത്ത് നിന്ന് കത്ത് എല്ലാവർക്കും. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. ആ കത്തെന്താണ്? സ്വന്തം ആത്മാവുകളോട് അതിക്രമം പ്രവർത്തിച്ച എന്റെ ദാസന്മാരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. പടച്ചവൻ എല്ലാ പാപങ്ങളും പുറത്തു തരുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സംശയം വേണ്ട, പടച്ചവൻ വളരെ പൊറുക്കുന്നവനും, പൊറുക്കുക മാത്രമല്ല കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കുന്നവനുമാണ്. ഞാൻ നിങ്ങളിൽ ആരോടെങ്കിലും അക്രമം ചെയ്തു, എന്നിട്ട് മാപ്പ് ചോദിച്ചു, നിങ്ങൾ മാപ്പ് തന്നു, എന്നോട് ചെയ്യുന്ന വലിയ ഔദാര്യമാണ്. പക്ഷെ മാപ്പോടുകൂടി നിങ്ങൾ എനിക്ക് കുറച്ച് സമ്മാനം കൂടി തന്നു, ഇതിനെന്ത് പറയും? അള്ളാഹു പറയുന്നു, എന്നോട് ആരെങ്കിലും മാപ്പ് ചോദിച്ചാൽ ഞാൻ മാപ്പ് കൊടുക്കും, സമ്മാനവും കൊടുക്കും. ശരിയായി തൗബ ചെയ്ത ഔലിയാക്കളുടെ ജീവിതത്തിലേക്ക് നോക്കിൻ. അവരുടെ ജീവിതം ഇതിന്റെ വിശദീകരണമാണ്. ഈ ആയത്തിറങ്ങാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ മഹാനായ സയ്യിദ് ഷുഹദ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകൻ വഹ്ഷിയുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തിറങ്ങുന്നത്. അദ്ദേഹം തൗബ ചെയ്ത് വിശദീകരിക്കാൻ സമയമില്ല, പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് വഹ്ഷി. ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഈ ആയത്ത് കേട്ട്, എന്നിട്ട് നിരന്തരം തൗബയിൽ കഴിഞ്ഞു. അള്ളാഹു എന്ത് ചെയ്തെന്നറിയാമോ? ഏതൊരു ചാട്ടുളി കൊണ്ടാണോ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വകവരുത്തിയത്, അതേ ചാട്ടുളി കൊണ്ട് ഒരു കഠിന ശത്രുവിന്റെ കഥ കഴിക്കുകയുണ്ടായി വഹ്ഷി റളിയല്ലാഹു അൻഹു. ബുഖാരി ഷരീഫിൽ വിശദമായ നിലയിൽ ഈ സംഭവം വഹ്ഷി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്. വഅനീബൂ ഇലാ റബ്ബിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നു, യുവത്വത്തെ നശിപ്പിച്ച സഹോദരങ്ങളെ, നിങ്ങൾ പടച്ചവന്റെ കാരുണ്യത്തെ മനസ്സിലാക്കി ശരിയായ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരിൻ. മദ്യപാനത്തിലും ചൂതാട്ടത്തിലും കഴിയുന്ന സഹോദരങ്ങളെ, പടച്ചവന്റെ കാരുണ്യത്തിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന്
നന്മകൾ കൊണ്ട് നിങ്ങളുടെ നാടും വീടും സജീവമാക്കി. ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങളിൽ കയറി ഈ ലോകത്തുള്ള മലക്കുകളെയും അതുപോലെ മുഴുവൻ സത്യവിശ്വാസികളെയും വേദനിപ്പിച്ചുകൊണ്ട് അതിനെ തകർത്തെറിഞ്ഞ സഹോദര, നിങ്ങൾക്കും പശ്ചാത്താപത്തിന് മാർഗമുണ്ട്. നിങ്ങളൊരു മുഹമ്മദ് ഉമറായിക്കൊണ്ട് നിങ്ങളുടെ കഴിവിൽപ്പെട്ട നിലയിൽ മസ്ജിദുകളുടെ നിർമ്മാണം ആരംഭിക്കും. വീട് വെക്കുന്നതിന് വേണ്ടി പണം ദൂർത്തടിച്ച സഹോദര, അള്ളാഹുവിനോട് തൗബ ചെയ്ത് അതിനു പകരം നിങ്ങൾ ഹബീബിന്റെ വീടുകളായ മദ്രസകൾ നിങ്ങൾ സ്ഥാപിക്കും. അള്ളാഹു എല്ലാവർക്കും പുറത്തു തരുമാറാകട്ടെ. പല്ലികൾക്കും പാറ്റകൾക്കും നാം പണിത് വെച്ചിരിക്കുന്ന മുറികളും ബാത്റൂമിന്റെയും പൈസ ഏതെങ്കിലും ഒരു മദ്രസയിൽ കൊടുത്താൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 10 അതിരുകൾ ആനന്ദകരമായി അതിൽ കിടന്നുറങ്ങും. ആ 10 അതിരുകൾ ആ ബാത്റൂമിൽ ആശ്വാസത്തോടെ പോകും. നിങ്ങൾക്ക് ഉയർന്ന കൂലി കിട്ടും. ആലിമീങ്ങളെല്ലാം നിങ്ങൾ വലിയ പരിപാടിക്കെല്ലാം വിളിക്കാറുണ്ട്. വീടിന് ഉദ്ഘാടനം ദൂർത്തടിച്ച വീടാണ്. സഹോദരങ്ങളെ, നമ്മൾ വരലുകൊണ്ട് ഒരിക്കലും ആ ദൂർത്തിന്റെ പാപം ഒഴിവാക്കുന്നതിന്റെ മര്യാദയ്ക്കതിന്റെ വഴി കൂടെ തന്നെ പോണം. വിനീതനെ ഒരു വലിയ ദൂർത്ത് കാണിച്ച ഒരു സഹോദരന്റെ വീടിന് ഉദ്ഘാടനത്തിന് വിളിച്ചു. ആകെ ധർമ്മസങ്കടത്തിലായി. പ്രിയപ്പെട്ട ഉസ്താദ് മൗലാന സുലൈമാൻ കൗസരിയോട് മഷൂറ ചെയ്തു. എടുത്തടിച്ച് ഒറ്റയടിക്ക് പറയുകയുണ്ട, ഒരു കുഴപ്പവുമില്ല, എത്ര ദൂർത്ത് കാണിച്ചോ അത്രയും സമ്പത്ത് ഏതെങ്കിലും മദ്രസയ്ക്ക് ചെലവഴിക്കാൻ പറയും. മക്കളെയെല്ലാം പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ച് ആ വീട് സജീവമാക്കാൻ പറയും. പ്രത്യേകിച്ചും ഈ കൊറോണയുടെ ഈ ദുരന്തം നമുക്ക് ജീവനത്തിന്റെ വില മനസ്സിലാക്കി തരുന്നു. പ്രിയപ്പെട്ടവരെ, പശ്ചാത്തപിക്കൻ, തൗബ ചെയ്യൻ, ജീവനം നന്നാക്കാൻ പരിശ്രമിക്കൻ, നിരാശപ്പെട്ട് നിൽക്കല്ലേ, തൗബ ചെയ്യൻ. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും. എന്നിട്ട് തൗബയുടെ ഫലമെന്നോണം നിങ്ങൾ ചെയ്തു പോയ തിന്മയ്ക്ക് തത്തുല്യമായ നന്മ നിങ്ങൾ ചെയ്യുന്നവരാകും. പ്രത്യേകിച്ച് മസ്ജിദുകൾ പാപികളായ നമ്മെ മാടി വിളിക്കുകയാണ്. രഹസ്യം പോലും എന്താണ് ഉത്ഭവമെന്ന് പോലും മനസ്സിലാകാത്ത ഒരു രോഗത്തിന്റെ പേരിൽ മസ്ജിദുകൾ അടയ്ക്കപ്പെട്ടു, മദ്രസകൾ അടയ്ക്കപ്പെട്ടു, ആരാധനാലയങ്ങളും പാഠശാലകളും പൂട്ടപ്പെട്ടു, നിയന്ത്രിക്കപ്പെട്ടു. ഇപ്പോൾ തുറന്നിട്ടും അതൊന്നും സജീവമാകാത്തൊരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ട പ്രസിഡന്റ്, ആദരണീയ ഇമാമെ, ബഹുമാനപ്പെട്ട സെക്രട്ടറി, മഹല്ലുകളുമായി ബന്ധപ്പെട്ട സഹോദര, അള്ളാഹു നിങ്ങൾക്ക് തൗബയുടെ മാർഗം തുറന്നു തന്നിരിക്കുന്നു. ആ മസ്ജിദുകൾ സജീവമാക്കാൻ നോക്കി. അള്ളാഹു സത്യം, പല പള്ളികളിൽ പോയി ഞങ്ങൾ കരയുകയാണ്. മുമ്പെല്ലാം ആ പള്ളികളിലേക്ക് ഞങ്ങൾ ആരെങ്കിലും ചെന്നാൽ സ്വീകരിക്കുമായിരുന്നു. അവർ ഞങ്ങൾക്ക് വേണ്ടി ഫാനിട്ട് തരുമായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും യാത്രക്കാർ ചെന്നു കഴിഞ്ഞാൽ പോകിൻ എന്ന് പറഞ്ഞ് തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നു. വാഹനം ഓവർ സ്പീഡിലോടിച്ച് പേടിയായി, പടച്ചവരെ നമസ്കരിക്കണം എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞ് വാഹനം ഓവർ സ്പീഡിലോടിച്ച് പേടിയായി നിരന്ന് പള്ളികൾ നിൽക്കുന്ന ഒരൊറ്റ പള്ളി പോലും തുറക്കുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റോഡ് സൈഡിലുള്ള മസ്ജിദ് ശരിക്കും മനസ്സിലാക്കണം, നാട്ടുകാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, റോഡിൽ കൂടി യാത്ര ചെയ്യുന്നവർക്കും ഉള്ളതാണ്. ഒന്നും കൂടി തുറന്നു പറയട്ടെ, മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും കൂടി ഉള്ളതാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ റോഡിന്റെ സൈഡിൽ ഇരിക്കരുത്. സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് അതല്ലാതെ വേറെ വഴിയില്ല, വേറെ സ്ഥലമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ നിങ്ങൾ വഴിയാത്രക്കാരോടുള്ള മര്യാദകളും പാലിക്കണം, അവർക്ക് വഴി കാണിച്ചു കൊടുക്കണം, അവർക്ക് നന്മ ഉപദേശിക്കണം, തിന്മ തടയണം, അവർക്ക് ശുശ്രൂഷകൾ ചെയ്യണം. ആ ഏതെങ്കിലും 40 മുസ്ലിമീങ്ങൾ താമസിക്കുന്ന അവരുടെ നടുവിൽ ഒരു മസ്ജിദ് ഉണ്ട്. നമ്മൾ റോട്ടിലുള്ളവരൊന്നും അങ്ങോട്ട് കടന്നു വരുന്നില്ല. റോഡ് സൈഡിലുള്ള മസ്ജിദാണോ യാത്രക്കാർക്ക് വേണ്ടിയുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, എത്രയും പെട്ടെന്ന് മസ്ജിദുകൾ സജീവമാക്കി അള്ളാഹു നമുക്ക് പശ്ചാത്തപിക്കാൻ തൗഫീഖ് നൽകട്ടെ. ചുരുക്കത്തിൽ മുഹമ്മദി കാരുണ്യത്തിന്റെ ഒരു വലിയ കാര്യമാണ് നിറഞ്ഞ പ്രതീക്ഷ. അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വാക്ക് അവസാനിപ്പിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുന്നത കാരുണ്യത്തിന്റെ ഒരു വലിയ അടയാളമാണ് ദീനിനെയും ദുന്യാവിനെയും മതത്തെയും ഭൗതികതയെയും ഒരൊറ്റ വഴിയിലൂടെ സഞ്ചരിപ്പിച്ചു. ഇത് കുറച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പലരും ഈ കാര്യം തെറ്റായ നിലയിൽ അവതരിപ്പിച്ചുകൊണ്ട് സ്കൂളും അതുപോലെ മദ്രസയും ഒന്നാണ്, ഇസ്ലാമിൽ ഭൗതിക വിജ്ഞാനം മതവിജ്ഞാനം എന്നിങ്ങനെ രണ്ടില്ല എന്നീ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ധർമ്മത്തിൽ നിന്നും പലപ്പോഴും ജനങ്ങളെ പിടിച്ചു മാറ്റാറുണ്ട്. ശരിക്കും മനസ്സിലാക്കി, ഇസ്ലാമിൽ ദീനും ദുന്യാവും ഒന്നാണ്, ലക്ഷ്യവും മാർഗവും ശരിയായാൽ. ഉദാഹരണം,
ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പാകെ ഈ വിനീതന് സംസാരിക്കുകയാണ്. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് മാഫിയത്ത് നൽകുമാറാകട്ടെ. കുറെ സമയം ഒഴിവാക്കി, നിങ്ങളും കുറെ സമയം ഒഴിവാക്കുന്നു. ഇതിന്റെ സംഘാടകരും കുറെ അധ്വാനിച്ചു വിനീതനെ വിളിക്കാൻ, ഇതിനെല്ലാം ക്രമീകരിക്കാൻ വേണ്ടി. ഇത് തർത്തീബാക്കാനും എന്റെ വീട്ടിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാം കുറെ കഷ്ടപ്പെട്ടു. അള്ളാഹു എല്ലാവർക്കും ഉയർന്ന കൂലി നൽകുമാറാകട്ടെ. ഇത് നല്ല ഉദ്ദേശത്തിനും നല്ല മാർഗത്തിനുമാണോ? എന്റെ മനസ്സിൽ നീയത്ത് അള്ളാഹുവിന്റെ പൊരുത്തമാണ്. ഞാൻ പറയുന്നത് ദീനിന്റെ കാര്യങ്ങളാണ്. ഇതിന് സംഘാടകരുടെ ലക്ഷ്യവും മഹത്തരമാണ്. അവരുടെ പ്രവർത്തനങ്ങളും മാന്യമാണ്. കേൾക്കുന്ന നിങ്ങളും നല്ല നീയത്തിലിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾ നല്ല നിലയിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അള്ളാഹ് ഇത് ഇബാദത്താണ്, പുണ്യകർമ്മമാണ്. ഇതേ കാര്യം തന്നെ തിരിച്ചു വെക്കൻ. എന്റെ നീയത്ത് മോശമായി, ഞാൻ വലിയൊരു പ്രാസംഗികനായി അറിയപ്പെടണം, എനിക്ക് വേണ്ടി കുറെ ആളുകൾ ജയ ജയ പാടണം, അള്ളാഹു കാക്കുമാറാകട്ടെ, എനിക്ക് കുറെ പൈസ വേണം, കുറെ സ്ഥാനമാനങ്ങൾ വേണം, ലക്ഷ്യമിതായി. അല്ലെങ്കിൽ എന്റെ മാർഗം തെറ്റായി. ലക്ഷ്യമൊക്കെ നല്ലതാണ്, പറയുന്നത് വേണ്ടാത്തതെല്ലാം വിളിച്ചു പറയുന്നു, തെറ്റായ കാര്യങ്ങൾ പറയുന്നു, ഒരു തയ്യാറെടുപ്പിൽ ഇല്ലാതെ ചുമ്മാതെ കയറി പ്രസംഗിക്കുന്നു, എന്തെങ്കിലും വിളിച്ചു പറയുന്നു. ഈ ദീനിന്റെ കാര്യം ഇത് ദുന്യാവായി കഴിഞ്ഞു. എന്റെ ഈ സമയം പാപം, സംസാരം പാപം, എന്റെ ഈ മുഴുവൻ അധ്വാനങ്ങളും പാപമായി തീരും. അടുത്ത ഉദാഹരണത്തിലേക്ക് വരും. ഞാൻ വിവാഹം നടത്തുന്നു, എന്റെ മനസ്സിന്റെ ഇച്ഛയാണ്, എന്റെ വികാരത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. പക്ഷേ എന്റെ നീയത്ത് നന്നായിരുന്നു, എന്റെ മാർഗവും ശരിയായിരുന്നു. ജീവിത വിശുദ്ധിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ വിവാഹം ചെയ്തത്. വൈവാഹിക ജീവിതവും കഴിവിന്റെ പരമാവധി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്റെ വിവാഹത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഇബാദത്ത്. ഞാൻ ഭാര്യയുടെ പിതാവിന്റെ കയ്യിൽ പിടിച്ച് ഖബിൽതു മിൻക നിക്കാഹഹ എന്ന് പറഞ്ഞത് മുതൽ ഇന്ന് വരെയും, അല്ല മരിക്കുന്നത് വരെയും എന്റെ രാവും പകലും ഇബാദത്താണ്, മുഴുവനും ഇബാദത്താണ്. അതേ കാര്യം തിരിച്ചാകട്ടെ. ഞാൻ കല്യാണം കഴിച്ചു, എന്റെ നീയത്ത് മോശമായിരുന്നു, കുറെ പണം കിട്ടണം, ആ രീതിയിലുള്ള മോശമായ നീയത്തായി. എന്റെ മാർഗവും തെറ്റാണ്, വൈവാഹിക ജീവിതത്തിന്റെ പാഠങ്ങളൊന്നും ഉൾക്കൊള്ളുന്നില്ല, വൈവാഹിക ജീവിതം താറുമാറായി. ഇവിടെ കെട്ടുന്നു, അവിടെ കെട്ടുന്നു, എല്ലായിടത്തും കെട്ടലോട് കെട്ടൽ. വൈവാഹിക ജീവിതത്തിന്റെ മര്യാദകളൊന്നും പാലിക്കുന്നില്ല. ഞാൻ വലിയ പാപമാണ് ചെയ്യുന്നത്, കടുത്ത കുറ്റക്കാരനാണ്. അതേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഏറ്റവും നിസ്സാരമായി തോന്നുന്ന ഭൗതിക കാര്യമായിരുന്നാലും അതിന് നീയത്തും മാർഗവും ശരിയായാൽ ഉയർന്ന ഇബാദത്താകും. വളരെ ഉയർന്ന പുണ്യകർമ്മമാണ്, നിസ്കാരമാണ്, നോമ്പാണ്, സക്കാത്താണ്, ഹജ്ജാണ്, ദഅവത്താണ്, തബ്ലീഗാണ്, തദ്രീസാണ്. അത് നീയത്ത് മോശമായി, മാർഗം തെറ്റായി, കാര്യം വളരെ അപകടമാണ്. പ്രത്യേകിച്ചും സഹോദരങ്ങളെ, ആനുഷികമായി പറയട്ടെ, ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുന്ന സ്ഥാനാർത്ഥികളോടും രാഷ്ട്രീയ കക്ഷികളോടും നേതാക്കളോടും എല്ലാവരോടും പറയുന്നു, നിങ്ങളുടെ ലക്ഷ്യം നന്നാക്കണം, മാർഗം നന്നാക്കണം. തഹജ്ജുദ് നിസ്കാരം പോലെയുള്ള കൂലി നിങ്ങൾക്ക് കിട്ടും. നീതിയുടെ സംസ്ഥാപനമാകണം, ധർമ്മത്തിന്റെ പ്രചാരണമാകണം ലക്ഷ്യം. എന്റെ പാർട്ടി ജയിക്കുക, അല്ലെ എന്റെ ബലം കാണിക്കുക, ഇതൊന്നും ലക്ഷ്യമല്ല. ഈ രാജ്യത്ത് സത്യത്തിന്റെ സംസ്ഥാപനം നടക്കണം, ധർമ്മത്തിന്റെ സംസ്ഥാപനം നടക്കണം. ഈ രാജ്യത്ത് ജനങ്ങൾ ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കണം, നീതിയിലും രക്ഷയിലും കഴിയണം. ഇതായിരിക്കണം ലക്ഷ്യം. മാർഗവും ഇങ്ങനെ തന്നെ ആയിരിക്കണം, പരസ്പരം കൂടിയാലോചിച്ച്. ഓരോ പ്രദേശത്തും ഗുണകരമായ ആൾക്കാര് അവരെ ജയിപ്പിക്കുന്ന രീതിയിൽ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ, രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സഹോദര, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന സഹോദരി, നിങ്ങൾ പുണ്യം ചെയ്തവരാണ്. ഇതേ രാഷ്ട്രീയം തന്നെ നിങ്ങൾ കളിയും തമാശയുമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലായി. പ്രത്യേകിച്ചും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്, കുടുംബ ബന്ധങ്ങൾ തകരുന്നു, ആരോപണ പ്രത്യാരോപണങ്ങൾ, അപരാധങ്ങൾ, അപവാദങ്ങൾ. നിങ്ങളുടെ സമ്പത്തും നശിക്കും, അതുപോലെ ആരോഗ്യം നശിക്കും. നിങ്ങൾ വലിയ പാപങ്ങൾ ചെയ്തവരുമായി തീരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മുഹമ്മദി കാരുണ്യം. ഇത് നമ്മൾ പഠിക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം, ജനങ്ങൾക്ക് ആഹാരം കൊടുക്കലും അനാഥരോട് നല്ല നിലയിൽ കഴിയലും എല്ലാ വിധങ്ങളുടെ കാരുണ്യമാണെങ്കിലും അതിന് ആഴമേറിയ 5 അർത്ഥതലങ്ങളുണ്ട്. ഒന്നാമത്തെ കാരുണ്യം കറകളഞ്ഞ തൗഹീദാണ്. രണ്ടാമത്തെ കാരുണ്യം മാനവ ഏകത്വമാണ്. മൂന്നാമത്തെ കാരുണ്യം മാനവ മഹത്വമാണ്. നാലാമത്തെ കാരുണ്യം തികഞ്ഞ പ്രതീക്ഷയാണ്, നിറഞ്ഞ പ്രതീക്ഷയാണ്. അഞ്ചാമത്തെ കാരുണ്യം ദീനിനെയും ദുനിയാവിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് പരലോകം നന്നാക്കാനുള്ള
മുഴുവൻ മാനവരാശിയും വിജയിക്കാനുള്ള മാർഗമാണ്. വെറും 5 കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ബാക്കി കാര്യങ്ങളും അതുപോലെ 5 കാര്യങ്ങളും നിങ്ങൾ കൂടുതലായി പഠിക്കുന്നതിന് മുഫക്കറുൽ ഇസ്ലാം മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി റഹ്മഹുല്ലാ അവറുകളുടെ അലീമിയാൻ എന്നാണ് ഇവിടെ സഹോദരങ്ങൾ ഇവിടെ കുറിപ്പിൽ കൊടുത്തിരിക്കുന്നത്. മൗലാന അലീമിയാന്റെ കാരുണ്യത്തിന്റെ തിരുദൂതൻ എന്ന രചന എല്ലാവരും മേടിക്കിൻ, വായിക്കിൻ. മറ്റ് സഹോദരങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും എത്തിച്ചു കൊടുക്കിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, ഇന്നമാ അന റഹ്മത്തും മുഹ്ദാ, തീർച്ചയായും ഞാൻ കാരുണ്യമാണ്, ഉപഹാരമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് ഉപഹാരമാണ്. നമ്മളുടെ ഭാര്യ മക്കൾക്ക് എത്തിച്ചു കൊടുക്കിൻ, അയൽവാസികൾക്ക് കൊടുക്കിൻ, മുസ്ലിമീങ്ങൾക്ക് കൊടുക്കിൻ, അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കിൻ, വിരോധികൾക്ക് കൊടുക്കിൻ, സ്നേഹിതർക്ക് കൊടുക്കിൻ. ഒരു വല്ലാത്ത ഉപഹാരമായി പോയി സഹോദരങ്ങളെ, എതിരാളികളും സ്നേഹിതരും മനസ്സിലാക്കാത്തൊരു ഉപഹാരമായി പോയി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. സത്യമാണ്, സ്നേഹിക്കുന്ന നമുക്ക് നബിതങ്ങളെ പറ്റി അറിയില്ല, പിന്നെ വെറുക്കുന്നവരെ പറ്റി എന്ത് പറയാൻ. കർണാടകയിൽ അമുസ്ലിം സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയുള്ള പ്രബന്ധം തയ്യാറാക്കാൻ ക്ഷണിക്കപ്പെട്ടു. അതിന്റെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഒരു വീട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ഒരു സഹോദരിയാണ്. അവർക്ക് സമ്മാനം നൽകപ്പെട്ടു. പക്ഷെ സമ്മാനം മേടിച്ച് അവർ പറഞ്ഞു, എനിക്ക് 2 വാക്ക് പറയണം. പ്രധാന പണ്ഡിതന്മാർ, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ചെയർമാൻ എല്ലാവരും ഇരിക്കുന്നു. പക്ഷെ മൗലാന തന്നെ പറഞ്ഞു, പറയട്ടെ എന്ന് പറഞ്ഞു. ആ സഹോദരി ആദ്യം ബിസ്മില്ലാഹി പറഞ്ഞു, ഹംദ് പറഞ്ഞു, സലാത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, ഒരൊറ്റ വാക്ക് പറയാൻ വേണ്ടിയാണ്. ഈ മത്സരത്തിൽ പങ്കെടുത്തതിലൂടെ നിങ്ങൾ എനിക്ക് ഉപഹാരം നൽകിയെങ്കിലും അതിനേക്കാളും വലിയൊരു ഉപഹാരം എനിക്ക് ലഭിച്ചു. ഞാൻ ഒരു കഠിന ശത്രുവായി കണ്ടിരുന്ന, വളരെയധികം വെറുത്തിരുന്നൊരു വ്യക്തിത്വം എന്നോട് വലിയ കരുണയും സ്നേഹവും വാത്സല്യമുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതിലൂടെ എനിക്ക് ലഭിച്ച ഗുണം ഇതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മളുടെ മക്കൾ നിബിധങ്ങളെ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ നിബിധങ്ങളെ എത്തിച്ചു കൊടുക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അള്ളാഹുവിനാണ് സർവസ്തുതിയും. അവന്റെ അനുഗ്രഹം കൊണ്ട് നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നു. ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം, ഈ നന്മകളുടെ എല്ലാം കാരണക്കാരൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ 1000